നമസ്കാരം. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയം ലക്ഷ്യമിട്ടുകൊണ്ട് സംസ്ഥാനത്തുടനീളം ഗ്രാമ വിജയ് യാത്ര എന്ന പേരിൽ ക്യാമ്പയിൻ സംഘടിപ്പിക്കാൻ BDJSന്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. ഓഗസ്റ്റ് 10-ാം തീയതിയായിരിക്കും ഈ വിജയ യാത്ര ആരംഭിക്കാൻ പോകുന്നത്. സംഘടനാ പ്രവർത്തനങ്ങൾ വിപുലമാക്കുന്നതിന്റെ ഭാഗമായി എല്ലാ അസംബ്ലി മണ്ഡലങ്ങളെയും രണ്ടായി തിരിച്ചുകൊണ്ട് കമ്മിറ്റികൾ രൂപീകരിക്കുകയും ചെയ്യും. എല്ലാ ജില്ലാ കമ്മിറ്റികളും ഈ മാസം 30-ാം തീയതിക്കുള്ളിൽ തന്നെ ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ മണ്ഡലങ്ങൾക്ക് കൈമാറുന്നുമുണ്ട്. ജൂലൈ 31-ാം തീയതിക്കകം തന്നെ എല്ലാ മണ്ഡലം കമ്മിറ്റികളും പഞ്ചായത്ത് കമ്മിറ്റികളും പുനഃസംഘടിപ്പിക്കാൻ കൂടി തീരുമാനമായിട്ടുണ്ട്. തുടർന്ന് തെരഞ്ഞെടുപ്പ് അവലോകനവും NDA കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ചും യോഗം വിലയിരുത്തിയിരുന്നു. തുടർച്ചയായി 3-ാം തവണയും തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇവർ അഭിനന്ദനവും അർപ്പിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപിക്കും അതിനോടൊപ്പം തന്നെ അഡ്വക്കേറ്റ് ജോർജ് കുര്യനും യോഗം അഭിനന്ദനം അറിയിക്കുന്നു. NDA സംവിധാനം വിപുലമാക്കി കൂട്ടായ ശ്രമത്തിലൂടെ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ വിജയം വരിക്കുക എന്നതാണ് തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച സംസ്ഥാന പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞിരിക്കുന്നു. BDJSന്റെ കൃത്യമായ രാഷ്ട്രീയ നീക്കം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP കാര്യമായ മുന്നേറ്റം തന്നെ കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. NDAയുടെ സഖ്യകക്ഷികൾ കൂടി ശക്തിപ്പെടുകയാണ് എങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യാമെന്ന് തന്നെയാണ് NDA വിശ്വസിക്കുന്നതും. അതിനുള്ള പ്രവർത്തനങ്ങൾ അവർ ഇതിനോടകം തന്നെ തുടങ്ങി കഴിഞ്ഞിട്ടുമുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് BDJSന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തുടനീളം ഈ ഗ്രാമ വിജയ് യാത്ര എന്ന പേരിൽ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നതും. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.